പ്രൈസ് ലോർഡ്. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും പൂർണ്ണതയും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നാം ഉണർന്നപ്പോൾ, ഒരുപക്ഷെ ഇന്നലെ രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ഇന്നത്തെക്കുറിച്ച് നാം ആലോചിച്ചിട്ടുണ്ടാകാം. ഇന്ന് എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ പോകണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നെല്ലാം നാം മുൻകൂട്ടി ഒരു വിഭാവന ചെയ്യാറുണ്ട്. ഈ പ്രഭാതത്തിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് ആയിത്തീരണം, എന്തൊക്കെ ആവശ്യമുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നെല്ലാം നാം ഈ പ്രഭാത പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രാർത്ഥനയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞ് നാം എന്താണ് ചെയ്യുന്നത് എന്ന് ഓർക്കുന്നത് നല്ലതാണ്. പലരും പ്രാർത്ഥനയിൽ ഭക്തിയോടെ പങ്കുകൊള്ളും. ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളും പ്രാർത്ഥനയിലൂടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കും. അതിനുശേഷം പലരെയും ഞാൻ കണ്ടിട്ടുള്ളത്, ആ പ്രാർത്ഥിച്ചതും പ്രാർത്ഥനയും പ്രാർത്ഥനയിലുണ്ടായ ദൈവ അനുഭവങ്ങളും പാടെ മറന്നുപോയിട്ട് ആവലാതിപ്പെട്ട് ഓടുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ചെയ്യും, ഞാൻ എവിടെ പോവും, എങ്ങനെ കാര്യങ്ങൾ സാധിക്കും, ഒത്തിരി ടെൻഷനിൽ ആയിരിക്കുന്നത് ഞാൻ പലപ്പോഴും പലരിലും കണ്ടിട്ടുണ്ട്. ഈ വ്യക്തികൾ എല്ലാം പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരുമാണ്. ഹീലിംഗ് പ്രേയേഴ്സ് മാത്രമല്ല, പല പ്രാർത്ഥനകളും. ഒരു വ്യക്തി കമൻറ്റിലൂടെ എന്നോട് പറഞ്ഞു, ഞാൻ ചാനലിൻ്റെ പേര് പറയുന്നില്ല, ഞാൻ ഇന്ന ഒരു ചാനൽ വെളുപ്പിനെ 5:30 കണ്ടു. അവിടെ ചെന്ന് ആ പ്രാർത്ഥന കേട്ട് ആ ധ്യാന കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞപ്പം എൻ്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവായി. അതേ വ്യക്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ, സിസ്റ്ററെ എനിക്ക് ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ആവർത്തിച്ച് ഞാൻ കമൻറ്റ് വായിച്ചു. ഇവയെല്ലാം ഒരുപക്ഷെ നാം എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും. ദിവസേനയുള്ള അനുഗ്രഹങ്ങൾക്ക് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കാറുണ്ട് അതിരാവിലെ. എന്നാൽ ആ പ്രാർത്ഥിച്ചത് എന്താണ്, ആരോടാണ് പ്രാർത്ഥിച്ചത് എന്നെല്ലാം അടുത്ത നിമിഷം നാം മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ ഈ ആവലാതിയും ടെൻഷനും ആകുലതകളും പ്രയാസങ്ങളും ഏറി വരുന്നത്. ദൈവസന്നിധിയിൽ അന്നന്നത്തെ ദിവസത്തെ ആവശ്യങ്ങളെ, കാര്യങ്ങളെ നാം പ്രാർത്ഥനയിലൂടെ ഭക്തിയോടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ഏറ്റെടുത്തത് കർത്താവാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. നാം പ്രാർത്ഥിച്ചത് സകലത്തിൻ്റെയും സ്രഷ്ടാവായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് എന്ന് നമുക്ക് ഓർമ്മ വേണം. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നാം പ്രാർത്ഥിക്കുന്നതിന് മുൻപേ അറിയാവുന്ന ദൈവത്തിൻ്റെ മുൻപിലാണ് നാം പ്രാർത്ഥിക്കുന്നത് എന്ന ബോധ്യവും ഓർമ്മയും നമുക്കുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും നാം മനസ്സിലാക്കുകയാണെങ്കിൽ, ഇന്ന് എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഒരു കുഞ്ഞ് തൻ്റെ സ്നേഹവാനായ പിതാവിനോട് ഒരു കാര്യം ചെന്നു പറഞ്ഞിട്ട് പിന്നീട് അത് മറക്കുകയില്ല, പിതാവിൻ്റെ പുറകിന് കൂടും. കാര്യം ആ കുഞ്ഞിന് ബോധ്യമുണ്ട്, എൻ്റെ അപ്പൻ ഇന്ന് ഓഫീസിൽ നിന്ന് തിരികെ വരുമ്പോൾ ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവരും. അത് ബോധ്യമുണ്ട്. ആ അപ്പന് വേണ്ടി കാത്തിരിക്കുകയാണ് ആ കുഞ്ഞ് ചെയ്യുന്നത്. ആരും എൻ്റെ അപ്പനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഒന്നും കിട്ടത്തില്ല എന്ന് അടുത്ത നിമിഷം പറയാറില്ല. ചില അപ്പന്മാരുണ്ടാകാം, അതെനിക്കറിയില്ല. പക്ഷേ ദൈവത്തിൻ്റെ മുൻപിൽ നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നമുക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യം വേണം. നാം എന്താണ് ദൈവത്തോട്
ഓരോ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് ചോദിക്കുന്നത്? മിനിസ്ട്രിയിലുള്ളവരാണെങ്കിൽ കൂടുതൽ ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ബിസിനസ്സുകാരാണെങ്കിൽ ഇന്ന് ബിസിനസ് ഏറ്റവും ഭംഗിയായി ലാഭകരമായി മാറ്റി തീർക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സ്റ്റുഡൻസ് ആണെങ്കിൽ ഇന്ന് നല്ലതുപോലെ പഠിക്കാനും, പരീക്ഷയ്ക്ക് പോകുന്നവർ നല്ലതുപോലെ പരീക്ഷ എഴുതാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. വീട്ടമ്മമാർ പ്രാർത്ഥിക്കും, ഇന്ന് കുഞ്ഞുങ്ങളെയും ജീവിത പങ്കാളിയെയും നല്ലതുപോലെ കാത്തു സംരക്ഷിച്ച് കുടുംബത്തിൽ ഒരു സമാധാന അന്തരീക്ഷമാകണമേ. യുവതിയുവാക്കൾ പ്രാർത്ഥിക്കും, ഇന്ന് ജോലിയിൽ ഏറ്റവും നല്ലതുപോലെ കാഴ്ചവെക്കണം, ജോലിയിൽ ബിസിനസ്സിൽ ഉന്നത നിലവാരം പുലർത്തണം. അങ്ങനെ ഓരോ മേഖലയിലുള്ളവരും ഓരോ പ്രാർത്ഥന അവരുടെ കൂടെയുണ്ട്, അവരുടെ ഹൃദയത്തിലുണ്ട്. ഈ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ഓർക്കണം, നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ആ പ്രാർത്ഥന കേൾക്കുന്നവന് നമ്മുടെ ചോദ്യങ്ങൾക്ക്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിവുള്ളവനാണോ എന്നത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിൽ ഉറപ്പാണ് നാം പ്രാർത്ഥിക്കുന്നതിന് ഉത്തരം ലഭിച്ചിരിക്കും. ആ വിശ്വാസം നമുക്കുണ്ട് എങ്കിൽ ആ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച കാര്യങ്ങൾ, എൻ്റെ ദൈവമായ കർത്താവിനോടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ അറിയാവുന്ന ദൈവം, ആ ദൈവത്തിന് എൻ്റെ മേൽ ശ്രദ്ധയുണ്ട്, എൻ്റെ മേൽ കരുതലുണ്ട്. ഇന്ന് ഞാൻ പോകുന്ന കാര്യങ്ങളിൽ അത് സാധിച്ചു കിട്ടുന്നതിന് എന്നോടൊപ്പം സഞ്ചരിക്കുന്നവനാണ് എൻ്റെ ദൈവം. അതിനാൽ തന്നെ എൻ്റെ കർത്താവ് കൂടെയുള്ളപ്പോൾ ഞാൻ പോകുന്ന കാര്യത്തിൽ വിജയം ലഭിച്ചിരിക്കും. എന്തെന്നാൽ വിജയം നൽകുന്നവൻ കർത്താവായ ദൈവമാണ്. ഈ ഒരു വിശ്വാസം നമുക്കുണ്ട് എങ്കിൽ തീർച്ചയാണ് നാം പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ ആ ദിവസം മാറുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്കത് സാധിച്ചിരിക്കും. ചില കാര്യങ്ങളുണ്ട്, ചില പ്രത്യേക അവസരത്തിൽ പ്രത്യേക കാര്യങ്ങൾ, പ്രത്യേക വ്യക്തികൾക്ക് അത് ദൈവം അനുവദിച്ച ചില കാലതാമസങ്ങളുണ്ട്. അത് അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും അവരെ ആന്തരികമായി ദൃഢപ്പെടുത്തുന്നതിനുമാണ്. അതൊഴികെ സാധാരണയായി എല്ലാവരും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ദൈവം കേൾക്കുന്നുണ്ട്, അവിടത്തേക്ക് മനസ്സിലാകുന്നുണ്ട്. തീർച്ചയാണ് അവിടുന്ന് അതിന് ഉത്തരം നൽകിയിരിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നമുക്ക് ചെയ്യേണ്ട കാര്യം ഇതാണ്: ദൈവമേ, ഇന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിച്ച കാര്യങ്ങൾ നീ കേട്ടിരിക്കുന്നതിനായി നന്ദി അർപ്പിക്കുന്നു, നീ അതിന് ഉത്തരം നൽകിയതിനായി നന്ദി അർപ്പിക്കുന്നു. ഈ ഒരു വാക്കായിരിക്കണം ഇന്നത്തെ ദിവസം മുഴുവൻ, ഓരോ ദിവസവും പ്രഭാതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടത്. ഇന്ന് അവിടുത്തെ തിരുവചനം ഒന്ന് ശ്രവിക്കാം. സങ്കീർത്തനം 5:3 പറയുന്നു: കർത്താവേ, പ്രഭാതത്തിൽ അങ്ങെൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു, പ്രഭാത ബലി ഒരുക്കി ഞാൻ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. ലോർഡ്, ഇൻ ദ മോർണിംഗ് യു വിൽ ഹിയർ മീ. ഇൻ ദ മോർണിംഗ് I will present my case to you and then wait expectantly for an answer. ഇവിടെ ഏറ്റവും പ്രസക്തിയുള്ള ആ വാചകം, and then wait expectantly for an answer. മലയാളത്തിൻ്റെ വിവർത്തനം ചില സമയത്ത് ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട്. അത് ഇവിടെ പറയുന്നത്, ഞാൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കും, പ്രഭാത ബലി ഒരുക്കി കാത്തിരിക്കും. എന്താണ് ബലിയായി നാം ദൈവത്തിന് ഈ പ്രഭാതത്തിൽ കാഴ്ചയർപ്പിക്കുന്നത്? ഇന്നത്തെ ദിവസത്തെ ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ, സ്വപ്നങ്ങളെ, യാത്രകളെ, തീരുമാനങ്ങളെ, ഇന്ന് ചെയ്തു തീർക്കേണ്ടതായ ജോലികളെ, കാണേണ്ട വ്യക്തികളെ, പോകേണ്ട സ്ഥലങ്ങളെ, കുടുംബത്തിന് ആവശ്യമായ, ജീവിത പങ്കാളിക്കും മക്കൾക്കും ആവശ്യമായ ചില കാര്യങ്ങൾ, ഇവയെല്ലാം, ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ, മീറ്റിങ്ങുകൾ, ഇവയെല്ലാം ഓർത്തുവെച്ച് ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ,
ജീവിത പങ്കാളിയുടെ രോഗം, മക്കളുടെ രോഗം, കുടുംബത്തിലെ ആവശ്യങ്ങൾ, അരക്ഷിതാവസ്ഥ, അടുത്ത നിമിഷം എന്താണ്, എവിടെയാണ് എന്നൊന്നും നമുക്കറിയില്ല. ഇതെല്ലാം അതിരാവിലെ എഴുന്നേറ്റ് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആ പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യം വേണം. ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്, എന്താണ് പ്രാർത്ഥിക്കുന്നത്, ഇതിന് ഉത്തരം എൻ്റെ ദൈവം എനിക്ക് നൽകും എന്ന ഒരു വിശ്വാസം ഓരോ പ്രാർത്ഥനയും കഴിയുമ്പോൾ നമുക്കുണ്ടാകണം. എൻ്റെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ ദൈവം ഉത്തരം നൽകും. പ്രാർത്ഥന കേൾക്കുന്നവനാണ് ദൈവം. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്, അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് നീ വിശ്വസിക്കുക, അത് ലഭിച്ചിരിക്കുക തന്നെ ചെയ്യും. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു. നാം ഓരോരുത്തരോടും ഇന്ന് ഈ പ്രഭാതത്തിൽ പറയുന്നത്, നീ പ്രാർത്ഥിക്കുന്നത് എന്തും അത് ലഭിക്കുമെന്ന് നീ വിശ്വസിക്കുക, എന്നിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുക, പ്രതീക്ഷയോടെ കാത്തിരിക്കുക. നീ പ്രാർത്ഥിച്ചതിൻ്റെ ഉത്തരം ഉറപ്പാണ്, അത് ദൈവം നിനക്ക് നൽകിയിരിക്കും. നിന്റെ നന്മയ്ക്കു വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി നീ പ്രാർത്ഥിക്കുന്നത് എന്തും ദൈവം നൽകും. അവൻ ശക്തനാണ്, ദൈവം കാരുണ്യവാനാണ്, മക്കളെ ഒത്തിരി സ്നേഹിക്കുന്നവനാണ്. നമ്മെ ഒത്തിരി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുക. തീർച്ചയായും അവിടുന്ന് ഇന്നത്തെ ദിവസം മാറുന്നതിന് മുൻപ് തന്നെ നിനക്ക് ഉത്തരം നൽകിയിരിക്കും. ഈ വിശ്വാസം നമ്മുടെ മനസ്സിൽ വെച്ച് ഇന്നത്തെ ദിവസം, ഈ സമയം നാം പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളെയും എൻ്റെ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ ദൈവം അത് നടത്തിത്തരും എന്ന ആത്മവിശ്വാസം കൊണ്ട് ദൈവത്തിന് സന്നിധിയിൽ നന്ദിയുള്ളവരായി ഇന്ന് നാം കാണപ്പെടാം. തീർച്ചയാണ് വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് അതിന് പൂർണ്ണമായും നന്ദി അർപ്പിക്കാൻ സാധിക്കും. ഒരു നിമിഷം നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങളെ, സ്വപ്നങ്ങളെ, യാത്രകളെ, ആഗ്രഹങ്ങളെ, തീരുമാനങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച്, എൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നതിന് ഇന്ന് തന്നെ എനിക്ക് ഉത്തരം ലഭിച്ചിരിക്കും എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് നന്ദിയോടെ കാത്തിരിക്കാൻ ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഇന്നത്തെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പിതാവായ ദൈവമേ, എന്നെ കേൾക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ കരുണ തോന്നണമേ. പ്രാർത്ഥിക്കുന്നതെന്തും പ്രാർത്ഥനയ്ക്ക് മുൻപ് തന്നെ, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നീ ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയാവുന്ന സ്നേഹവാനായ പിതാവാണല്ലോ അങ്ങ്. പിതാവേ, ഈ പ്രഭാതത്തിൽ ഇന്നത്തെ ആവശ്യങ്ങളെ ഓരോന്നായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ കരുണ തോന്നി അവരുടെ നിയോഗങ്ങളെ നീ സാധിച്ചു നൽകി. ഇന്നു മുഴുവൻ അവർക്ക് നന്ദി അർപ്പിക്കുവാൻ, നീ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകി എന്നത് ഈ ലോകത്തോട് വിളിച്ചു പറയുവാൻ തക്കവണ്ണം നന്ദി അർപ്പിച്ച് ഈ മക്കൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരെയും നീ ഭഗ്നാശനാക്കിയിട്ടില്ല. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ആരും ഇന്നുവരെ ലജ്ജിച്ച് തല താഴ്ത്താൻ കർത്താവെ നീ അനുവദിച്ചിട്ടില്ല. അതിനാൽ തന്നെ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, നീ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചതെല്ലാം നീ കേട്ടിരിക്കുന്നു, അതിനുത്തരം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളത് ഏറ്റുപറയുന്നു. ദൈവമേ, നിന്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായി കാണപ്പെടാൻ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു, ആവശ്യങ്ങളെ ഓരോന്നായി സമർപ്പിക്കുന്നു, ഞങ്ങളുടെ തീരുമാനങ്ങളെ സമർപ്പിക്കുന്നു, ചെയ്തു തീർക്കേണ്ടതായ ജോലികളെ സമർപ്പിക്കുന്നു, ഇന്ന് ആവശ്യമായ സാമ്പത്തികത്തെ സമർപ്പിക്കുന്നു,
ഇന്ന് കൊടുത്തു തീർക്കേണ്ടതായ കടബാധ്യതകളെ സമർപ്പിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ പുതിയ പദ്ധതികളെയും പുതിയ ചർച്ചകളെയും മീറ്റിങ്ങുകളെയും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെക്കുറിച്ച് ഒരു വലിയ പദ്ധതിയുള്ള ദൈവമേ, ഞങ്ങളുടെ ഉപരിനന്മയ്ക്കായി സകലതും ചെയ്യുന്ന കർത്താവേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനെ ഓർത്ത്, ഞങ്ങൾക്ക് ഉത്തരം നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞാൻ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, പ്രാർത്ഥനയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയവരെ ഈ സമയം അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞും ആവലാതിപ്പെട്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് അറിയാതെ, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള അറിവില്ലായ്മ കാരണം ആവലാതിപ്പെട്ട് ദിവസം മുഴുവൻ പരാതിപ്പെട്ട് കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നിന്നെക്കുറിച്ചുള്ള അറിവും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ, നിന്നെക്കുറിച്ചുള്ള അറിവും നിന്റെ ശക്തിയെക്കുറിച്ചുള്ള അറിവും ഞങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ ഒരിക്കലും നിന്നിൽ ഞങ്ങൾ സംശയിക്കില്ല. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകും എന്ന് ഞങ്ങളുടെ വിശ്വാസം നീ വർദ്ധിപ്പിച്ചു തന്ന് ഇന്ന് നിന്നിലുള്ള, നിന്റെ ശക്തിയിലുള്ള, നിന്റെ കരുണയിലും കരുതലിലുമുള്ള, ഞങ്ങളോടുള്ള നിന്റെ സ്നേഹത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം ഇന്ന് വർദ്ധിപ്പിച്ച് ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ക്രമീകരിക്കപ്പെടുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ പോക്കിലും വരവിലും എല്ലാം അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഭവനത്തെയും ഭവനത്തിൽ വസിക്കുന്ന എല്ലാ അംഗങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റുമുള്ളവരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അയൽവാസികളെ സമർപ്പിക്കുന്നു. ഞങ്ങളുമായി കണ്ടുമുട്ടുന്നവരെ, ഇടപെടുന്നവരെ, സംസാരിക്കുന്നവരെ, ഞങ്ങളെ കേൾക്കുന്നവരെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഒരു വലിയ അത്ഭുതത്തിൻ്റെ ദിവസമാക്കണമേ. പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കുന്ന ദിവസമാക്കി മാറ്റണമേ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അർത്ഥപ്രാപ്തിയുടെയും ദിവസമാക്കി മാറ്റണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ സന്നിധിയിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഞങ്ങളെ സ്വീകരിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ഉത്തരം നൽകുന്ന ദൈവമേ, ഞങ്ങളുടെ ആശങ്കകളെ മാറ്റി, നിരാശയെയും ഭയവും മാറ്റി പൂർണ്ണമായും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ഓരോ നിമിഷവും മുന്നോട്ടു പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പരാജയം ആഗ്രഹിക്കുന്നവരിൽ നിന്ന്, ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്നവരിൽ നിന്ന്, ഞങ്ങളെ അകാരണമായി ഞങ്ങളോട് ശത്രുത പുലർത്തുന്നവരിൽ നിന്ന് ദൈവമേ, നിന്റെ അത്ഭുത ശക്തി ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും, ശത്രുദോഷങ്ങളിൽ നിന്നും, ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും, എല്ലാ വക്രതയിൽ നിന്നും, വ്യാജ നാവുകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ സുരക്ഷിതത്വം അങ്ങയിലാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം, ഞങ്ങളുടെ വസ്തുവകകളുടെ സുരക്ഷിതത്വം അങ്ങയിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. സകല അനർത്ഥങ്ങളിൽ നിന്നും, കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ദുരന്തങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ. കർത്താവേ, ഇന്നെല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും നിന്റെ ശക്തിയാൽ ഞങ്ങളെ കാത്തുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെയെല്ലാം നീ സാധിച്ചു തന്ന് ഇന്ന് ദിവസം മുഴുവനും അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നതിനു വേണ്ടി ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവെ, ഏറ്റെടുക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ,
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഉത്തരം നൽകും. വിശ്വാസത്തോടെ ഇന്ന് മുഴുവൻ ദൈവത്തിന് നന്ദി അർപ്പിച്ച് നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും ദൈവം ഇടപെട്ട് നിങ്ങൾക്ക് വിജയം നൽകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നും എന്നും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന കഴിയുന്നതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.